അമേരിക്കയും ഇറാനും തമ്മിലുള്ള പീസ് ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള MOU സൈൻ ചെയ്തതോടെ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ്. നെതന്യാഹുവിൻ്റെ നില കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ്. യുദ്ധം നിരന്തരമായി തുടരണം എന്നാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. MOUവിൻ്റെ ഒന്നാമത്തെ ക്ലോസ് തന്നെ ലെബനാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. എന്നാൽ ലെബനാനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറാകുന്നില്ല. കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്, അസ്തിത്വത്തിൻ്റെ പോരാട്ടമാണ്, ഭരണം നിലനിർത്താനുള്ള പോരാട്ടമാണ്. നെതന്യാഹുവിന് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഇസ്രായേലിൽ നിന്നും നേരിടുന്നുണ്ട്. ഇന്റർനാഷണൽ ഏജൻസി ഇസ്രായേലിൽ നടത്തിയ സർവേയിൽ നെതന്യാഹുവിൻ്റെ കൊലീഷൻ അധികാരത്തിൽ വരില്ല, അവരുടെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഒരിക്കലും ഈ എഗ്രിമെന്റിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അമേരിക്കൻ ജനതയുടെ പൊതുവികാരമാണ്. ആ വികാരത്തിനെതിരെ നിലകൊള്ളാൻ ട്രംപിന് ഏതായാലും സാധിക്കുകയില്ല. ഇപ്പോൾ ട്രംപിൻ്റെ മുമ്പിലുള്ള വഴി ഒന്നു മാത്രമാണ്: ഇസ്രായേലിൽ ജനപ്രീതി നഷ്ടപ്പെട്ട നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. ഇതാണ് അമേരിക്കയുടെ മുമ്പിലുള്ള, ട്രംപിൻ്റെ മുമ്പിലുള്ള പോംവഴി. ആ വഴികളും ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ഓഫീസ് അവിടെയുള്ള പ്രതിപക്ഷവുമായി അനൗദ്യോഗികമായി സംസാരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പല ടോക്കുകളും നടന്നു കഴിഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നെതന്യാഹുവിനെ പുറത്താക്കുകയും പ്രതിപക്ഷത്തെ ഭരണമേൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ടാക്റ്റിക്കാണ് ഇപ്പോൾ അമേരിക്ക പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു ഭരണം ഇസ്രായേലിൽ കൊണ്ടുവരിക എന്ന ഒരു പ്ലാൻ അമേരിക്കയുടെ മുമ്പിലുണ്ട്. അത് നടപ്പാക്കാൻ ആവശ്യമായ പലതും അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള ഒരു പീസ് ഡീൽ, സമാധാന സന്ധി, അത് പൊളിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. ആ തരത്തിലുള്ള നീക്കങ്ങളും ഇസ്രായേൽ നടത്തുന്നുണ്ട്, നെതന്യാഹു നടത്തുന്നുണ്ട്. MOUവിലെ ഒന്നാമത്തെ നിബന്ധന ലെബനാൻ ഉൾപ്പെടെയുള്ള ഫ്രണ്ട് ലൈനുകളിലെ വാർ അവസാനിപ്പിക്കണം എന്നാണ്. ലെബനാനിൽ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ഈ പീസ് ടോക്കുകളെ തടസ്സപ്പെടുത്തുക, പീസ് ഡീൽ ഇല്ലാതാക്കുക, ഇതാണ് നെതന്യാഹുവിൻ്റെ മുമ്പിലുള്ള നിലനിൽപ്പിനുള്ള വഴി. ലോകത്തെ ആകെ ഊർജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന യുദ്ധം അവസാനിപ്പിക്കണം എന്ന വികാരം ലോകത്ത് മുഴുവൻ ശക്തമാണ്. ആ വികാരത്തിനെതിരെ നിൽക്കാൻ അമേരിക്കക്ക് സാധിക്കുകയില്ല. ഡിപ്ലോമാറ്റിക് മേഖലയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അമേരിക്കയുടെ ബാക്കപ്പ് ഇല്ലാതെ എങ്ങനെ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയും? ഇസ്രായേലും അമേരിക്കയുമായുള്ള ദീർഘകാല ബന്ധം അവസാനിക്കുമെന്നോ ഇസ്രായേലുമായി ബന്ധം വിച്ഛേദിക്കുമെന്നോ കരുതേണ്ടതില്ല. ട്രംപ് നെതന്യാഹുവിനെ പുറത്താക്കാനുള്ള കരുക്കൾ നീക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.